മറ്റ് കുറച്ച് ആളുകൾ എങ്ങനെയെങ്കിലും ഒരു ഇച്ചിരി കിട്ടാനായിട്ട് നോക്കിയിരിക്കുകയാണ് തലേ കയറാനായിട്ട്. എൻ്റെ പൊന്നുസ്താദെ, ഇതുപോലെയുള്ള തലയെക്കെട്ട് ഒക്കെ കെട്ടിവെച്ചേച്ച് നിങ്ങൾ ഈ പറയുന്ന ഓരോ വിടുവായത്വവും ഒരു സമൂഹം മുഴുവനായിട്ട് പഴി കേൾക്കുകയാണെന്നുള്ളൊരു സാമാന്യ ബോധമെങ്കിലും നിങ്ങൾക്കൊക്കെ വേണ്ടേ? സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയധികം പുരോഗമിച്ച് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഒരു 1.5 വർഷമെങ്കിലും ഒരു ഗർഭപാത്രത്തിൽ വളരുന്ന ഒരു കുട്ടീനെ 1.5 വർഷത്തിന് ശേഷം നല്ല രീതിയിൽ പ്രസവിച്ച ഒരു കേസെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഞാനൊരു 5 വർഷം വരെ ഗർഭപാത്രത്തിൽ കിടന്ന ഒരു കുഞ്ഞിന്റെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് മരിച്ച കിടക്കുന്ന ഒരു ഭ്രൂണമാണ് ആ വയറ്റിൽ ഉണ്ടായിരുന്നത്. അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കാതെ ഗർഭം അലസിപ്പോയെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു 5 വർഷത്തിന് ശേഷമാണ് അത് കണ്ടുപിടിച്ചത്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ആളുകൾ വെറും പൊട്ടക്കിണറ്റിലെ തവളകളൊന്നുമല്ല. വളരെ സിമ്പിളായിട്ടും ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ പോലും ഒരുപാട് വിവരങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുന്ന കാലമാണെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങൾ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടും. നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ ജീവന് പുല്ലുവിലയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളത് ചെയ്യ്. എന്തിനാണ് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഈ വിളിച്ചു പറഞ്ഞ് ഈ മണ്ടത്തരങ്ങളെ ഒരു സമുദായത്തിനെ പഴി കേൾപ്പിക്കുന്നത്? ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പണ്ട് നിങ്ങൾ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്നുള്ളതല്ല, പണ്ട് ലെങ്കോട്ടി കെട്ടി ലെങ്കോട്ടിയെ തൂറി നടന്ന ആളുകൾ ഇന്ന് പാമ്പേഴ്സ് പോലെയുള്ള സ്നഗി പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കാലം മാറിയ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പണ്ട് ആശുപത്രികളിലായിരുന്നു നല്ല കിണ്ണനായിട്ട് പണിയറിയാവുന്ന വയറ്റാട്ടികളുണ്ടായിരുന്നു. ഇന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം ഗർഭിണി, അതായത് പ്രസവിച്ച് കിടക്കുന്ന ഒരു കുഞ്ഞിന് ശുശ്രൂഷ കൊടുക്കാനായിട്ട്, അതായത് പ്രസവാനന്തര ശുശ്രൂഷ കൊടുക്കാൻ അറിയുന്ന എത്ര പേരുണ്ടോ നമ്മുടെ നാട്ടില്? അപ്പൊ കാലങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ ആതുര സേവന രംഗത്തും ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബോധം വേണം. ഇപ്പൊ തന്നെ ഒരു പ്രസവം നടക്കുന്നതിന് മുമ്പ് എന്തൊക്കെ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നുള്ളത് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിനെ നിങ്ങൾ വീട്ടിൽ വെച്ചുകൊണ്ട് ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ കുട്ടികളല്ലേ, എന്റെ ഭാര്യയല്ലേ, നിനക്ക് എന്നാന്ന് ചോദിക്കാനല്ലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പൊ ഈ പടച്ചവന്റെ മുന്നിൽ നിങ്ങളൊരു കൊലപാതക കൂടെയാണെന്ന് മനസ്സിലാക്കണം. ഇതിനിടയ്ക്ക് ഏതോ ഒരുത്തൻ ചോദിക്കുന്നത് കേട്ടു, ആനയെല്ലാം അങ്ങ് ആശുപത്രി പോയിട്ടാണോ പ്രസവിക്കുന്നത്? ആനയൊക്കെ സ്വന്തമായിട്ടല്ലേ പ്രസവിക്കുന്നത്? ആനേനെ കെട്ടിയിട്ടാണോ താൻ കൊച്ചിനെ ഉണ്ടാക്കുന്നത്? ആന കാട്ടിക്കിടന്ന് എത്ര ആനകൾ മരിക്കുന്നുണ്ട്? ആന പ്രസവത്തിനിടയ്ക്ക് മരിക്കുന്ന എത്ര പേരുണ്ട്? ആനയ്ക്ക് ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്നോ ആ ഹോസ്പിറ്റലിൽ പൈസ കൊടുത്ത് പോയി ചികിത്സിക്കണമെന്നോ ബോധമില്ലാത്തതാണ് ആന എന്ന് പറയുന്നത്. മനുഷ്യനല്ലേ, ചിന്തിക്കാനുള്ള കഴിവുള്ളയാളല്ലേ? കണ്ട കാട്ടിക്കിടക്കുന്ന മൃഗത്തിനെയുമായിട്ടാണോ നമ്മളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിലുള്ള നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ കമ്പയർ ചെയ്യുന്നത് കാട്ടിക്കിടക്കുന്ന മൃഗങ്ങളുമായിട്ടാണോ? ഈ പട്ടികളും പാമ്പുകളും എല്ലാം ഈ വഴിസൈഡിലൊക്കെ ഇരുന്നിട്ട് ഇണ ചേരാറുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? അവർക്ക് തൂറാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വഴിസൈഡിലാണെങ്കിലും പട്ടി മാന്തിയിട്ട് തൂറും, പൂച്ച മാന്തിയിട്ട് തൂറും, ആന പിണ്ട വിടും. താങ്കൾ ചെയ്യുവോ? ഒരു സാമാന്യ ബോധം എന്നുള്ളൊരു സംഭവമില്ലേ? ഇത് കുറച്ച് എണ്ണം ഉണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. തലേ തൊപ്പിയും വെച്ച് ഊശാൻ താടിയും വെച്ചുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു സമുദായത്തെയാണ് നിങ്ങളുടെ ഈ ഉള്ള വർത്തമാനങ്ങൾ കൊണ്ട് ഒരു സമുദായം മുഴുവനാണ് പഴി കേൾക്കുന്നത്. ഇപ്പൊ ഇതിന്റെ താഴെ എന്ന് വെച്ചാൽ എന്നെ മതം പഠിപ്പിക്കാനും എന്നെ വലിയ കൊണാണ്ടറാക്കാനുമായിട്ട് കുറെ എണ്ണം വരും. നിന്റെ തള്ളയൊക്കെ നാളെ നിന്റെ തള്ളയോ തന്തയോ അല്ലെങ്കിൽ കെട്ടിയവളോ മക്കളോ ആരെങ്കിലും ഒന്ന് ഒരു നെഞ്ചിനുവേനയാന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാല് നീ പറയുവോ വേണ്ട കൊണ്ടുപോകണ്ട, ആശുപത്രി കൊണ്ടുപോകണ്ടെന്ന്? അല്ലാതെ വന്ന് കമന്റ് അടിച്ച് എന്നെ വലിയ പുള്ളിയാക്കാനായിട്ട് വരുന്നവരോടാണ് ചോദിക്കുന്നത്. കമന്റ് അടിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ചിന്തിക്കണം. ഒരു സാമാന്യ ബോധം വേണ്ടേ? 4 വയസ്സാകുമ്പോൾ ഒരു കുട്ടിക്ക് എത്ര വലുപ്പം ഉണ്ടാവും എന്ന് ചിന്തിച്ചു നോക്കി. 4 വയസ്സായ കുട്ടിക്ക് എത്ര വലുപ്പം ഉണ്ടാവും ഒന്ന് ആലോചിച്ച്. ഒരു ഗർഭപാത്രം എന്ന് പറയുന്നത് എത്രത്തോളം വികസിക്കും? ഞാൻ MBBS പഠിച്ച ഡോക്ടറൊന്നുമല്ല, പക്ഷെ സാമാന്യ ബോധം എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ? ഇപ്പൊ പറയുന്ന കേട്ടോ ഗർഭപാത്രം 10 മാസം കഴിഞ്ഞാൽ പൊട്ടിപ്പോ. നോർമൽ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് 37 തൊട്ട് 40 ആഴ്ച തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളുണ്ടെങ്കിൽ പറയുവോ വേണ്ട 40 ആഴ്ച കഴിഞ്ഞില്ല അവിടെ കിടന്നോ, നീ ഒന്നും എവിടെയും പോകണ്ട, പൊട്ടി ഒന്നും പോരത്തില്ല, തന്നെത്താനെ ഇറങ്ങി പോരുമെന്ന് പറയുവോ? ഓരോന്നും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാനായിട്ട് ആളുണ്ടാവത്തില്ല. ഇനിയും നിന്നോടൊക്കെ പറയാനായിട്ട് വേറൊന്നുമില്ല. ഉസ്താദെ എന്ന് വിളിക്കാൻ പോലും മോശമാണ്. നിങ്ങൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കുക, നിങ്ങളുടെ പിന്നിൽ അല്ലെങ്കിൽ ഈ ഒരു സമുദായത്തിൽ ഒരുപാട് ആളുകളുണ്ട്. മറ്റു കുറച്ച് ആളുകൾ എങ്ങനെയെങ്കിലും ഒരു ഇച്ചിരി കിട്ടാനായിട്ട് നോക്കിയിരിക്കുകയാണ് തലേ കയറാനായിട്ട്. നിങ്ങൾ എന്തിനാ അവർക്ക് അണ്ണാക്കിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മറ്റുള്ളവരെ? ഇതിനൊക്കെ മറുപടി പറയേണ്ട മറ്റുള്ള ആളുകളാണ്. താൻ വലിയ കൊണാരം അടിച്ചു വെച്ച് താൻ അടുത്ത പരിപാടിക്ക് പോകും, പൈസ വാങ്ങിച്ച് അടുത്തടുത്ത് പ്രസംഗിക്കാൻ പോകും. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും മണ്ണത്തരം പറയും, എന്നിട്ട് അടുത്തടുത്തേക്ക് പോകും.
ഇതെല്ലാം കൂടെ ഇരുന്ന് വെച്ച് നമുക്ക് ഒരു അക്ഷരം മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. മറ്റവൻ അങ്ങനെ പറഞ്ഞില്ലേ, നിനക്ക് എന്നാ പറയാനുള്ളതെന്ന് ചോദിച്ച് നമുക്കൊന്നുമില്ല മറുപടി പറയാൻ. ഇത്രയും വലിയ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞു ബാക്കിയുള്ളവർ എന്നാ ചെയ്യേണ്ട ഇതിനകത്ത്? ഇനിയെങ്കിലും ദയവ് ചെയ്ത് അപേക്ഷയാണ്, അതുകൊണ്ടാണ് ഇത്രയും താഴ്മയോടെ പറയുന്നത്. നിങ്ങൾ ഈ പൊട്ടത്തരങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ പള്ളിയിലെ ഒരു കമ്മിറ്റി കൂടിയിട്ട് ആ കമ്മിറ്റിക്കകത്തിരുന്നിട്ട് ആരും ഫോണൊന്നും ഓപ്പൺ ആക്കി വെക്കുന്നില്ല എന്ന് ആദ്യം ഉറപ്പ് വരുത്തണം. എന്നിട്ട് അവരുടെ മുന്നിൽ നിന്നിട്ട് നിങ്ങൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് ഖുർആൻ പറഞ്ഞു കൊടുക്കാം, മതം പഠിപ്പിക്കാം, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങളുടെ ആ ഒരു ജമാഅത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. നിങ്ങളുടെ ആ ചുറ്റുപാട്ടത്ത് പട്ടിണി കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കുക. നിങ്ങൾ ഈ ഇഷ്ടം പോലെ പൈസ വാങ്ങിച്ചിട്ടല്ലേ ഈ ഓരോരോ പരിപാടിക്കും പോകുന്നത്, അല്ലേ? ഗൂഗിൾ പേ നമ്പറൊക്കെ വെച്ചിട്ടല്ലേ ഇപ്പോൾ ഈ പരിപാടി നടത്തുന്നത്. അങ്ങനെ ഒരു വേറെ സാധനം, പെണ്ണുമ്പിള്ളയുടെ ഗൂഗിൾ പേ കൊടുത്തിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഇതിട്ടായിക്കോ എന്നും പറയും. അവനെ കുറിച്ച് പിന്നെ പറയാം. അപ്പം നിങ്ങളെപ്പോലുള്ള ഓരോ ഉസ്താദന്മാരും പറയുന്ന കാര്യങ്ങളുടെ എന്താ പറയുന്നത് റിസൾട്ട് അനുഭവിക്കേണ്ടത് ഞങ്ങളെപ്പോലെയുള്ള സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ആൻസറബിൾ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ചിലപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് സംസാരിക്കുന്ന ആളുകളാകാം, അല്ലാന്നുണ്ടെങ്കിൽ നാളെ പല സുഹൃത്തുക്കളുടെ ഒപ്പം വട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്ന ആളുകളാകാം, ഒരു ചായക്കടയിൽ നിന്ന് സംസാരിക്കുന്നവർ. അവരെല്ലാവരും ഇതുപോലെയുള്ള കാര്യങ്ങളെ എടുത്തിട്ട് കഴിയുമ്പോൾ മറുപടി പറയാൻ ഒന്നുമില്ലാതെ വായിലെ പിരിവെട്ടി മറ്റേ അണ്ണാക്കിലെ പിരിവെട്ടി ഇരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് മറ്റുള്ള ആളുകൾ പോകുന്നതെന്ന് നിങ്ങളെപ്പോലുള്ള ഉസ്താദന്മാരൊക്കെ ഒന്ന് കരുതണം. എപ്പോഴും പറയുന്നല്ലേ നാവിനെ സൂക്ഷിക്കണം. ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ നാവിനെ സൂക്ഷിക്കണം, കണ്ണിനെ സൂക്ഷിക്കണം എന്നൊക്കെ. ഇതൊക്കെ നിങ്ങളെയും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ പറയുമ്പോൾ ഒരു സാമാന്യ ബോധത്തിൽ ചിന്തിച്ച് ഇത് ശരിയാണോ, നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ 100 വർഷത്തിന് മുമ്പത്തെ കാലത്തല്ല ജീവിക്കുന്നത്. മാറ്റങ്ങൾക്ക് പോലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഉസ്താദിന്റെ ഒരു 25 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ജീവിതത്തിൽ എങ്ങനെയൊക്കെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, അതുപോലെയാണോ നിങ്ങളുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? പണ്ട് സ്കൂളിലേക്ക് നടന്നു പോയിരുന്ന ആളുകൾ ഇന്ന് സ്കൂൾ ബസ്സിൽ പോകാൻ തുടങ്ങി, സ്വന്തമായി കാറുകളായി, വസ്ത്രങ്ങൾ മാറി തുടങ്ങി, ഭക്ഷണ രീതികൾ മാറി തുടങ്ങി, ആരോഗ്യരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി, ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയത്ത് നിങ്ങൾ പഴയ കാര്യങ്ങളെ വിട്ടുകളാ, നല്ലതിനെ എടുത്തുകൊണ്ട് ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് മറ്റൊരാളുമായിട്ട് ഇടപെടാനായിട്ട് എന്തൊക്കെ നല്ല കാര്യങ്ങൾ എടുക്കാം അതിനെ എടുക്കുക. അല്ലാതെ ഇപ്പോഴും ഇതിപ്പോ മുസ്ലിം മതത്തിലെ മാത്രം കാര്യമല്ല പറയുന്നത്, ഒരുപാട് കാര്യം, അത് ഹിന്ദുക്കളുടെ ഇടയിൽപ്പെട്ട കാര്യങ്ങളായാലും ക്രിസ്ത്യൻസിന്റെ ഇടയിൽപ്പെട്ട കാര്യങ്ങളും എല്ലാത്തിനകത്തും എനിക്ക് പറയാനുള്ളത്, ഈ നമ്മുടെ മതപുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നല്ലതേ എടുക്ക്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മളുടെ ഇന്നത്തെ കാലഘട്ടവുമായിട്ട് യോജിക്കാത്ത കാര്യങ്ങളായിരിക്കും, പക്ഷെ ഇന്നും നമ്മളത് ഫോളോ ചെയ്യണമെന്ന് പറയുന്നത് ഇതുപോലത്തെ കാര്യമാണ്, ഇതുപോലത്തെ പൊട്ടത്തരങ്ങളായി പോകും. അതുകൊണ്ട് എല്ലാവരോടും കൂടെ ഇതാണ് പറയുന്നത്, എല്ലാവർക്കും വിശ്വാസങ്ങളൊക്കെ ആകാം, പക്ഷെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള, അത് നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഉണ്ടായിരിക്കണം. അല്ലാതെ എന്തും എൻ്റെ വിശ്വാസമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ബൈ ബൈ.